എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളെല്ലാവരും നേഴ്സസ് ആണ് കേട്ടോ, റിയാദിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ വീക്കെൻഡ് ആയിട്ട് എല്ലാവരും കൂടി ഒരു പ്ലാൻ ഇട്ട് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പോവുകയാണെങ്കിൽ, ഞാനാണെങ്കിൽ മെട്രോ കയറിയിട്ടില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് മെട്രോ വഴി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന പ്ലേസ് റെസ്റ്റോറൻറ്റ്, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ക്യാൻറ്റീൻ എന്നാട്ടോ പേര്. അടിപൊളി കിഡ് ഫുഡാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ പോകുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങൾ സ്റ്റേഷൻ, ഞങ്ങളുടെ മെട്രോ സ്റ്റേഷൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിനോട് തൊട്ട് ചേർന്നൊരു സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലെത്തി ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഞങ്ങളൊരു 5-6 പേരുണ്ട്. ഞങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. ഞങ്ങളുടെ മാർഗദർശി വഴികാട്ടിന്നാണോ? അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രെയിൻ ഇറങ്ങിയിട്ടോ. ഇനി സെക്കൻഡ് ട്രെയിനും കൂടി കയറണ്ട. നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ 2 ട്രെയിൻ കയറി ഇറങ്ങിയാണ് കേട്ടോ പോണത്. ഇനി നമുക്ക് എന്നാൽ സെക്കൻഡ് ട്രെയിനിലും കൂടി കയറാം, എന്നിട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് പറഞ്ഞനുസരിച്ച് ഞങ്ങൾ ആ വഴി കൂടെ പോവുകയാണ് കേട്ടോ. ആദ്യം ഒന്ന് വഴി തെറ്റി, പക്ഷെ ഞങ്ങൾ അത് വലിയ പ്രശ്നമാക്കിയില്ല. ഞങ്ങളുടെ ഒരു ഊഹമൊക്കെ അനുസരിച്ച് ഞങ്ങളങ്ങനെ അവസാനം ഞങ്ങളുടെ ക്യാൻറ്റീൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒത്തിരി ദൂരമൊന്നുമില്ല കേട്ടോ, നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഞങ്ങള് സമാധാനമായി. കാരണം ഞങ്ങൾ കുറേ നടന്നു. ഞങ്ങൾ വിചാരിച്ച സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അടുത്ത് തന്നെയാണ് വിചാരിച്ചു, പക്ഷെ ഒരു 10 മിനിറ്റോളം ഞങ്ങൾ ഈ തണുപ്പത്ത് നടന്നു കേട്ടോ. എന്താ അടിപൊളി, ഗുഡ് എക്സ്പീരിയൻസ്, ഗുഡ് കോൾഡ്. തണുത്തൊട്ട് വർത്താനം പറയാൻ എന്നാലും നിനക്ക് എങ്ങനെ നമ്മുടെ ഈ അവസ്ഥ, നമ്മുടെ ഈ സിറ്റുവേഷൻ എങ്കിൽ പറയാനുള്ള എന്താന്ന് വെച്ചാൽ ജാക്കറ്റ് ഞാൻ നടക്കണേ. എല്ലാവരും ജാക്കറ്റ്, ഈ ചേച്ചും ജാക്കറ്റ് ഇട്ടുണ്ട്. നിങ്ങളെ വീട്ടുണ്ടോ? നിങ്ങൾ അയ്യോ എന്താണേലും അടിപൊളി. ഹായ്, നല്ല രസമുണ്ട്. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ ക്യാൻറ്റീൻ. അങ്ങനെ അവസാനം ഞങ്ങൾ നടന്ന് നമ്മുടെ ക്യാൻറ്റീൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് അകത്ത് കിട്ടിയില്ല കേട്ടോ ചെന്നപ്പോൾ. അപ്പോൾ ഫുള്ള് ഹൗസ്ഫുൾ ആയിരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഔട്ട് സൈഡ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഔട്ട് സൈഡ് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഒരു ചേട്ടൻ വന്നിട്ട് ഞങ്ങൾക്ക് ഈ ഫയർ ഓൺ ചെയ്തു തന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ അത്ര വലിയ ചൂടില്ലായിരുന്നു എങ്കിലും കുറച്ച് ആയപ്പോഴേക്കും അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നല്ലൊരു ചൂട് കേട്ടോ. അപ്പോൾ ഈ തണുപ്പത്ത് ആ ചൂട് കിട്ടുമ്പോൾ നല്ല രസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈപ്പ് ഫയർ ഞാനിങ്ങനെ കാണുന്നത് കേട്ടോ. ഇപ്പം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ലിൻജി ചേച്ചി വന്നു. അപ്പം പിന്നെ ഞങ്ങൾ അതിൻ്റെ ആ ഒരു ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഔട്ട് സൈഡുള്ള അറ്റ്മോസ്ഫിയർ നല്ല രസമാണ് കേട്ടോ. ആര്യയുടെ വാട്സൺ മൈ ബാഗ് ചെയ്താലും ആര്യയുടെ വാട്സൺ മൈ ബാഗ് ഓക്കെ, അത് അവളുണ്ടാക്കിയത് സ്വന്തമായിട്ട്. പിന്നെ പെണ്ണ് എനിക്ക് ഇഷ്ടമാണ്. എവിടെ പോയാലും ഞാൻ പെണ്ണടിച്ചു. എന്റെ പേന, ഇത് എന്റെ പേന കാണാണ്ടോ ദൈവം. ഇത് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കിട്ടിയ പേനകളായിരിക്കും വൃത്തി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ലിപ്സ്റ്റിക് ഞാൻ തിന്നു. ഇത് ഏതോടി ബ്രാൻഡാണോ? ഇത് സ്റ്റെഫി ചേച്ചിയുടെ കീ. ഇതെന്റെ ഇക്കാമ. ഓക്കെ, ഇതെന്റെ മെട്രോ കാർഡ്. മെട്രോയിൽ കാർഡ് കൊണ്ടോ? വെറൈറ്റി കുഞ്ഞിക്കൊഴിയും കൂട്ടയും പുതിയ ഡിഷാണ്. പാരമ്പര്യ വീട് നമുക്ക് സമുദ്ര കാര്യത്തിൽ ഉള്ളതാണ്.
കുറച്ച് കളർ കുറവാണെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ ഞാനാ വന്നു. അതിന് കടത്തിന് അതെ ബാക്കി 93 കടം കൊടുത്തതാ ഞാന്. അങ്ങനെ അവസാനം നമ്മുടെ കാത്തിരുന്ന നമ്മുടെ സ്റ്റാർട്ടറായ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ അതാണ് ടേസ്റ്റ് ചെയ്യാൻ നോക്കണേ കേട്ടോ. സൂപ്പ് സാധാരണ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമല്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ എന്തോ കഴിക്കാൻ തോന്നി, ഞാൻ കഴിച്ചു. ഇപ്പോൾ പക്ഷെ നല്ല അടിപൊളിയാണ് അങ്ങോട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വെരി നൈസ്. കഴിഞ്ഞ ഇന്നിച്ചിരി നമ്മൾ ഒരുങ്ങിയാ വന്നത്. സെക്കൻഡ് നമുക്ക് കിട്ടിയത് നമ്മുടെ ലൈവ് ചാർക്കോളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അടിപൊളി സാധനമായിരുന്നു കേട്ടോ. അതിനകത്ത് ചിക്കൻ ടിക്ക ഉണ്ടായിരുന്നു, അൽഫാം ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനം കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. അടുത്തത് നമ്മുടെ ഒരു വെറൈറ്റി ഫുഡാണ് കേട്ടോ. നമ്മുടെ കോഴിയും കൂട്ടുന്ന ഒരു വെറൈറ്റി ഫസ്റ്റ് ടൈമാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ. അതിനകത്തുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറയാം. വെള്ളപ്പം, കാട ഫ്രൈ, മുട്ട, ചിക്കൻ, ഇത് ചിക്കൻ കറി, പിന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നല്ലോ. എന്താ നിന്റെ അഭിപ്രായങ്ങള്? ഫുഡ് തിന്നാനാണ് ഞാൻ ജീവിക്കുന്നത്. ഇത് നമ്മള് മേടിച്ച് കൂടിപ്പോയി. കളയറ് മേലാ നമ്മളെ കണ്ടോണ്ടൊന്ന് ഓർഡർ ചെയ്തേ കഴിച്ചിട്ട് കാണാം. ചേട്ടൻ ഞങ്ങളെ പറ്റിച്ചു. അണ്ടർസെഡേറ്റഡ് ആയിരിക്കുകയാണ്. എന്റെ ഉമ്മ ഇത് ഓവർലോഡായി പോയിട്ട് ഞങ്ങൾക്ക് അങ്ങ് കഴിക്കാൻ പറ്റുന്നില്ല. ആരെ നടക്കില്ല, എത്തണില്ല, അങ്ങ് വലിയ ചേച്ചി സ്റ്റിൽ ഓൺഗോയിങ് പ്രോസസ്. സൂപ്പർ. ഞങ്ങളുടെ ചിക്കൻ, ഒരു ചിക്കൻ ഫുള്ളുള്ള ചേട്ടൻ ഞങ്ങളെ പറ്റിച്ച് ഇച്ചിരി കിട്ടും, ഇച്ചിരി ഉള്ളതേ പാവം പുള്ളിയോടാ മുട്ടുത്തിരിക്കുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഒരു ഫ്രൂട്ട് സലാഡും കൂടെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങള് ബില്ലെല്ലാം പേ ചെയ്തതിന് ശേഷം ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. ഫുഡെല്ലാം കഴിച്ചു ഞങ്ങൾ ഫുഡ് കഴിച്ചു. കഴിക്കുന്നതിനൊരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. എങ്ങോട്ടാ വഴി? ജീൻസ്, ജാക്കറ്റ്, ഉള്ളില് വേറെ എന്തോ സാധനം ഇട്ടിട്ട്. ആര്? ഞാനാ. ഒരു ജാക്കറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ ഇട്ടോണ്ടി. ഇതിന് നല്ല കട്ടിയാ പോന്ന്. ഇതിന് കട്ടിയില്ലുള്ളു. സോഫ്റ്റ് സോഫ്റ്റ് ബെൽറ്റ്. ഇതാ മറ്റേ പുറകിലെ സാധനം. ഇതന്നെ ഞങ്ങളുടെ ക്യാൻറ്റീൻ. ഞങ്ങളുടെ ക്യാൻറ്റീൻ. ഞങ്ങളുടെ പിന്നെ ഊബർ എത്തിയിട്ടോ. കറക്റ്റ് സമയത്ത് തന്നെ ഊബർ വന്നു. ഇനിയിപ്പോ നമുക്ക് അക്കോമഡേഷൻ പോയി കിടന്നു ഉറങ്ങുന്ന സമയം അപ്പത്തിന് ഒരു 10:30 ആയി. അങ്ങനെ അവരെല്ലാവരും ടാറ്റയെല്ലാം പറഞ്ഞ് അവരവരുടെ റൂമിലേക്ക് പോയി. പിന്നെ ഞാൻ ജോബിച്ചേട്ടനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ഒരു വീക്കെൻഡ് ആയിരുന്നു. ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.